നവരസങ്ങൾ തുടുത്തുവിരിയുന്ന, പൂത്തുലയുന്ന, മയങ്ങി മറയുന്ന തേക്കിൻകാട് മൈതാനം. അവിടെ ഭാവങ്ങൾക്ക് തണലും താളവും പകർന്ന് വടക്കുംനാഥൻ്റെ ഗോപുരവും ചുറ്റുമതിലും. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ കണ്ണുകളിൽ വിരിയുന്ന അർച്ചനയും മൗനങ്ങൾ മൊഴിയുന്ന കീർത്തനവും കണ്ട് ആസ്വദിച്ച് എല്ലാം അറിഞ്ഞ് ആ ഗോപുരവാതിലുകളും. വേദികളിലെ മത്സരങ്ങൾക്ക് വിധികർത്താക്കൾ മാർക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ വേദിക്ക് പുറത്ത് മത്സരാർത്ഥിയുടെ ഭാവങ്ങൾക്ക് മാർക്കിടുന്നത് ക്യാമറാമാന്മാരാണ്. വേദിയിലെ പ്രകടനം പോലെ പ്രധാനമാണ് നാളെ പത്രങ്ങളിൽ വരേണ്ട ചിത്രവും ഓൺലൈനുകളിൽ വൈറലാകേണ്ട ഭാവങ്ങളും. വേദിയിലെ പോലെ ഒരു ഭാവം കാണിച്ചിട്ട് പോയാൽ ക്യാമറമാന് തൃപ്തിയാവില്ല. അവർ പറയുന്ന ചേരുവയിൽ രസം തയ്യാറാക്കാൻ കലാകാരികൾ ജഗതി ശ്രീകുമാറിൽ ബിരുദാനന്തര ബിരുദം ചെയ്യേണ്ടി വരും. വികാരങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കുമ്പോഴാണ് ഒരു വേദിയിൽ കലാസൃഷ്ടി പൂർണ്ണമാകുന്നത്. എന്നാൽ ലൈറ്റും ആംഗിളും ഭാവവും ചേരുമ്പോഴാണ് ഒരു ഫോട്ടോ ക്ലിക്കാവുന്നത്. അത് ചിലപ്പോൾ കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോഴാവാം, അല്ലെങ്കിൽ കാറ്റിൽ മുടിയിഴകളൊന്ന് ഉലഞ്ഞ് ഉതിരുമ്പോഴാവാം. എത്ര ആസ്വദിച്ചാലും മതിയാകാത്ത ചില ഭാവങ്ങളുണ്ട്. അത് എത്രയെത്ര ആംഗിളുകളിൽ പകർത്തിയാലും ക്യാമറാമാന്മാർക്ക് തൃപ്തിയാവില്ല. അങ്ങനെയുള്ള ക്യാമറാമാന്മാരുടെ സ്വർഗരാജ്യമാണ് തേക്കിൻകാട് മൈതാനം, പ്രത്യേകിച്ച് കലോത്സവക്കാലത്ത്. എടുക്കുന്നതെല്ലാം അപൂർണമായി തോന്നുന്ന ഒരു ഡിജിറ്റൽ രോഗാവസ്ഥ ഛായാഗ്രഹണ മേഖലയിൽ പടർന്നു പിടിച്ചതുകൊണ്ട് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നിരന്തര ക്ലിക്കുകൾക്ക് വേണ്ടി ഭാവങ്ങൾ ഇവിടെ ഘോഷയാത്ര നടത്തുന്നു. ഫോട്ടോഗ്രാഫറുടെ ആ മാന്ത്രിക നിമിഷം, അതിങ്ങനെ തേക്കിൻകാട് മൈതാനമാകെ പലയിടത്തായി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുന്നത് നീലക്കുറിഞ്ഞു പൂത്തതുപോലെ ഒരഭൗമ ഭംഗിയാണ്. ക്യാമറമാൻ CS ബൈജുവിൻ്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി ശ്രീജിത്ത് നായർ, അമൃത ന്യൂസ്, തൃശ്ശൂർ.